പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. 2 ചെറിയ മക്കളുടെ മരണമുണ്ട്. മക്കൾ മരണപ്പെട്ട ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു വർഷം തന്നെ എത്രയെത്ര ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോയത്. എത്ര മാതാപിതാക്കളായിരിക്കും കണ്ണീരൊലിപ്പിച്ച് ഇന്നും കഴിയുന്നത്. ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ കാണുന്നതാണ് ഖബറിൻ്റെ കരയിൽ നിന്നും ഉമ്മമാർ കരയുന്നത്. സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരയുന്ന ഉമ്മമാരെ ഞങ്ങൾ കാണുന്നതാണ്. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബേ. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോവുകയാണ്. +2 വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷെസിൻ മരണപ്പെട്ടിരിക്കുന്നത് കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്നുവെച്ചാൽ ഞങ്ങൾ ഇതുപോലുള്ള മരണവാർത്തകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ സപ്പോർട്ട് അത് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ചെമ്പുല്ലാഞ്ഞിയിൽ വെച്ച് ഈ കുട്ടി കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. പരിങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ഈ മോൻ. മുഹമ്മദ് ഷെസിൻ 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മരണപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് സഹോദരങ്ങളുടെ കൂടെ കളിക്കാൻ പോയതായിരുന്നു ഈ മോൻ. അങ്ങനെ കളിക്കുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത്. കുഴഞ്ഞു വീണ കുട്ടിയെ ഉടൻ തന്നെ എല്ലാവരും കൂടി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു പോയി. പിതാവ് VC ഷബീറാണ്, മാതാവ് N താഹിറയും. എല്ലാവരും ആ മോന് വേണ്ടി ദുആ ചെയ്യണം. ആ മോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ആ ഒരു മരണം നമ്മളെയൊക്കെ വല്ലാതെ നിരാശരാക്കുന്ന ഒരു മരണമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു വീണാണ് ഈ ഒരു വിദ്യാർത്ഥിനി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി മരണപ്പെടുന്നത്. തിരുവനന്തപുരത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അരുവിപ്പുറം ഒടുക്കത്ത് സ്വദേശിനിയായ 8 വയസ്സുകാരി ബിജിനയാണ് മരണപ്പെട്ടിരിക്കുന്നത്. മാരായിമുട്ടം ഗവൺമെൻറ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് സംഭവം നടക്കുന്നത്. ഒരു മരക്കൊമ്പ് കുട്ടിയുടെ ദേഹത്ത് വീഴുകയായിരുന്നു. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിൻ്റെ കൊമ്പാണ് ഈ കുട്ടിയുടെ ദേഹത്ത് വീണതത്രേ. ഏത് സ്വകാര്യ വ്യക്തിയുടെ കൊമ്പായാലും ആ കൊമ്പൊക്കെ ഒന്ന് മുറിച്ചൂടെ? പണം കായ്ക്കുന്ന മരമായാലും നമുക്ക് ഉപദ്രവമുണ്ടാക്കുമെന്ന് തോന്നിയാൽ അതങ്ങ് വെട്ടിക്കളയണം. ഒരു ജീവനാണ് നഷ്ടമായത്. നാളെ ആരൊക്കെയോ ആയിത്തീരേണ്ട ഒരു പൊന്നുമോളാണ് നഷ്ടമായത്. ആ മാതാപിതാക്കൾക്ക് ഈ ജീവിതകാലം മുഴുവൻ ഇനി സമാധാനം കിട്ടുമോ? ഇതിനൊക്കെ ആരാണ് ഉത്തരം കൊടുക്കുക? അങ്ങനെ കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ചെറിയ കുട്ടിയല്ലേ, 8 വയസ്സ് മാത്രമല്ലേ പ്രായമുണ്ടാവുള്ളൂ. മക്കൾക്കൊക്കെ ചെറുത് മതി. അങ്ങനെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള എല്ലാ നടപടി കർമ്മങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും. പ്രിയപ്പെട്ടവരെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വെക്കേഷൻ വരികയാണ്. ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുന്നത് ഈ വെക്കേഷൻ സമയങ്ങളിലാണ്. കുട്ടികൾ അബദ്ധത്തിലും അപകടത്തിലും വന്ന് പെട്ടുപോകുന്നത്. ഒരു 10 ദിവസത്തെ വെക്കേഷൻ മതി. കഴിഞ്ഞ ആ ക്രിസ്മസ് വെക്കേഷനിൽ തന്നെ വെറും ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം മരണപ്പെട്ട എത്ര മക്കളുണ്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ. ബക്കറ്റിൽ വീണും പുഴയിൽ വീണും ചെറിയ മക്കളാണ് ഇത് വീഴുന്നത്. ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലും വന്ന് പെടാം. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, മക്കളെ നോക്കിയിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വെക്കേഷനാണ്. 2 മാസത്തെ ലീവാണ്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും കരുതിയിരുന്നു മക്കൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ കൊടുത്ത് ഓരോ ദിവസങ്ങളും അങ്ങ് തള്ളി നീക്കുക. ഈ കടയുള്ള ബാപ്പമാരാണെങ്കിൽ രാവിലെ പോകുമ്പോൾ കടയിലൊക്കെ കൂട്ടിക്കോ. കുറച്ച് പക്വതയൊക്കെ വരട്ടെ. ഈ 2 മാസം പിള്ളേർ കളിച്ച് മതിച്ച് പല അബദ്ധത്തിലും അപകടത്തിലും വന്ന് ചാടുന്നതിനേക്കാൾ നല്ലതല്ലേ
അവർക്ക് പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുത്ത് കുറച്ച് ടൈം കളിക്കാനും അങ്ങനെ കുട്ടികളെ ഈ ഒരു 2 മാസം നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ കുട്ടികളെ പിടിച്ചു നിർത്തിക്കാൻ ഒരുപാട് പാടാണ്. അല്ലെങ്കിൽ കുട്ടികൾ എവിടെയെങ്കിലും എത്തിപ്പോകും. നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇന്നത്തെ മക്കൾ പറഞ്ഞാൽ പോലും കേൾക്കാത്ത മക്കളാണ്. നമ്മുടെ മക്കളെയൊക്കെ പഠിച്ച റബ്ബ് നന്നാക്കി തരട്ടെ. ഇന്നത്തെ മക്കളെ സോഷ്യൽ മീഡിയ ആണ് വളർത്തുന്നത്. സോഷ്യൽ മീഡിയ ആണ് എല്ലാം. അപ്പോൾ അവർ മാതാപിതാക്കളെയും അങ്ങനെ തന്നെയാണ് കാണും. മാതാപിതാക്കളെ മാത്രമല്ല, ഗുരുനാഥന്മാരെയും ഉസ്താദുമാരെയും അധ്യാപകരെയും ആരെയും പേടിയില്ല. അപ്പോൾ ഈ ഒരു 2 മാസം നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ മരണപ്പെട്ടിരിക്കുന്നത്. അവരറിയാതെ അവർ മരണപ്പെട്ടു പോവുകയാണ് റബ്ബേ. പ്രായമായിട്ടോ രോഗിയായിട്ടോ അല്ല റബ്ബേ മരണപ്പെട്ടിരിക്കുന്നത്. പടച്ച റബ്ബേ, നിന്റെ വിളിക്ക് അവർ ഉത്തരം നൽകിയിരിക്കുകയാണ് റബ്ബേ. ആ മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം ആ മക്കൾക്കൊക്കെ കൊടുക്കണേ റബ്ബേ. മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും തരലേ റബ്ബേ. മക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലാണ് റബ്ബേ. കണ്ണീരൊലിപ്പിച്ച് ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ. അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബേ, ആഫിയത്ത് കൊടുക്കണ റബ്ബേ, ഇസ്സത്ത് കൊടുക്കണ റബ്ബേ, റഹ്മത്ത് കൊടുക്കണ റബ്ബേ. സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. തട്ടിക്കളയല്ലേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.